ജി ടി എഡ്യൂക്കേഷന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ എക്സാം നടക്കുകയാണ് ചൊവ്വാഴ്ച. അപ്പൊ അതിന്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈവൻ ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബേസ് കിട്ടാനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സഹായിക്കും. അപ്പോൾ നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. നല്ലൊരു ചോദ്യമാണ്. അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണ്? നമ്മൾ എന്തിനാണ് അക്കൗണ്ടിങ് പഠിക്കുന്നത്? ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് എന്ത് ഗുണം കിട്ടും? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അത് ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസിലാണോ എന്ന് അറിയാൻ പറ്റും. മൂന്നാമത് ഉള്ളൊരു ഗുണം എന്താ? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, നമ്മുടെ ഇപ്പം എത്ര ക്യാഷ് ഉണ്ട്, നമ്മുടെ കട എത്രയുണ്ട്, നമ്മൾ എന്ത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം. നാലാമത്തെ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസേഴ്സ് നമുക്ക് ഇൻഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുക, വളരെ എളുപ്പമാണ്. 16ാമത്തെ ചോദ്യം, റൈറ്റ് എനി 3 അഡ്വാൻറ്റേജ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ആൻസർ അതിലില്ല. അപ്പോൾ ഞാനത് മനഃപൂർവ്വം തന്നെ അതിൽ ചെയ്യാതിരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് GSTയുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, നമുക്ക് reduce the tax burden by eliminating tax on tax മാറ്റിയിട്ട് ടാക്സ് ബേർഡൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിമ്പിൾ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ, ഹെൽപ്സ് ടു റെഡ്യൂസ് ടാക്സ് എവേഷൻ. കാരണം ടാക്സ് കൊടുക്കാതെ തട്ടിക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇത് വളരെ സിമ്പിൾ ആണ്, അഡ്മിനിസ്ട്രേഷൻ സിമ്പിൾ ആണ്. പിന്നെ എന്താണ്, ടാക്സ് സ്ട്രക്ചർ ബിക്കം ലീൻ ആൻഡ് സിമ്പിൾ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇൻക്രീസ് ദ റവന്യൂ ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ റെഡ്യൂസിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറച്ച് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റവന്യൂ കൂട്ടാനായിട്ട് നമുക്ക് GST സഹായിക്കും. ഇപ്പോൾ ആ ഒരു ടാക്സ് നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ് കൊണ്ടാണ് നമുക്ക് റോഡും മറ്റു സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം, എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ പർച്ചേസ് ജേണൽ ഓഫ് ജൂലൈ 2022. അപ്പോൾ ഒരു ജേണൽ ഉണ്ട്, അതിൽ നമ്മൾ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യണം. ഒന്നാമത്തത് പർച്ചേസ്ഡ് ഫ്രം, അപ്പോൾ പർച്ചേസ് ജേണൽ ഒരു പർച്ചേസ് ഫ്രം സൂര്യ ട്രേഡേഴ്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 1201 ഇൻവോയ്സ് നമ്പർ പ്രകാരം സൂര്യ ട്രേഡേഴ്സിന് നമ്മൾ പർച്ചേസ് ചെയ്തു. അതില് 20 ബോയ്സിന്റെ വാച്ച് 180 രൂപ വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത്. 30 കിഡ്സ് ആൻഡ് ഗ്ലാസ് 240 രൂപയാണ് പർച്ചേസ് ചെയ്തത്. അതിന് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10% ആണ്. അതുപോലെ 2022 ജൂലൈ 12 മായ ഏജൻസിന്ന് പർച്ചേസ് ചെയ്തു 48-43 ഇൻവോയ്സ് നമ്പർ പ്രകാരം. ലേഡീസ് വാച്ച് 15 എണ്ണം, ഒരെണ്ണത്തിന്റെ വില 200 ആണ്. സ്റ്റോപ്പ് വാച്ച് 10 120 ആണ്. ലെസ് 5% ട്രേഡ് ഡിസ്കൗണ്ട് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇത് തയ്യാറാക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പർച്ചേസ് ടേബിൾ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നോക്കി, ഡേറ്റ് കൊടുത്ത് ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ സൂര്യ ട്രേഡേഴ്സ്, 20 വാച്ചാണ്, ഒരെണ്ണത്തിന്റെ വില 180 ആണ്. അപ്പൊ 20 180 3600. അതിൽ 30 കിഡ്സ് ഗ്ലാസ് എത്രയാണ്? ഒരെണ്ണത്തിന് വില 240 ആണ്, 30 എണ്ണം. 240 × 330 7200. ഇനി എന്താണ്? അപ്പൊ ടോട്ടൽ 10800 വന്നു. ഇനി ട്രേഡ് ഡിസ്കൗണ്ട് 10% ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പൊ എന്തായി? ഡിസ്കൗണ്ട് കൊടുത്ത് 10%. അപ്പൊ 10,800 10%, 10,800 × 10/100. അപ്പൊ എന്ത് വന്നു? നമുക്ക് 1080 കിട്ടി. ഓക്കെ, അപ്പോൾ 1080 നമ്മൾ എന്ത് ചെയ്യണം? 80 നിന്ന് കുറയ്ക്കണം. 10,800 നിന്ന് 1080 കുറയ്ക്കുക. 9,720 നമുക്ക് എമൗണ്ട് കിട്ടുക. ഇനി 12/7/2022 നമ്മൾ മായ ഏജൻസിന്ന് പർച്ചേസ് നടത്തിയിട്ട് 15 ലേഡീസ് വാച്ച്, ഒരെണ്ണത്തിന്റെ വില 200 രൂപയാണ്. അപ്പോൾ 15 × 200 3000. 10 സ്റ്റോപ്പ് വാച്ച് ഒരെണ്ണത്തിന്റെ വില 120 ആണ്. 10 × 120 1200. ഇനി നമുക്ക് അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് 5% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 210 4200 × 5/100. അപ്പോൾ നിങ്ങളത് എല്ലാം ഈ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം. 4200 10% എന്ന് പറയുന്നത് 420 ആണ്. അതിൽ 5% പകുതിയാണ് 210 രൂപ. അപ്പോൾ 4200 ൽ 210 കുറച്ചാൽ 3990 കിട്ടും. മൊത്തം 13,210 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണം. നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. 12ാമത്തെ ചോദ്യം, റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. ഈ എറേഴ്സ് ഒന്ന് റെക്ടിഫൈ ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വേജസ് പെയ്ഡ് 3000 ഫോർ ദി ഇറക്ഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. അപ്പോൾ 3000 രൂപ നമ്മൾ വേജ് ആയിട്ട് കൊടുത്തു. എന്തിനാ? മെഷീനറി ഇറക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് വേജസ് അക്കൗണ്ട് നമ്മൾ 3000 രൂപ ഡെബിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതിന്റെ എറർ എങ്ങനെ നമുക്ക് റെക്ടിഫൈ? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ വരാ? മെഷീനറി അക്കൗണ്ട് ഡെക്റ്റഡ് ടു വേജസ് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെക്റ്റഡ് 3000 ടു വേജസ് അക്കൗണ്ട് 3000. ഒരു മാർക്കാണ് വരുന്നത്. റെന്റ് പെയ്ഡ് 2000 വാസ് ഫുള്ളി ഒമിറ്റഡ് ടു റെക്കോർഡ്. അപ്പോൾ റെന്റ് 2000 രൂപ കൊടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ ട്രാൻസാക്ഷൻ എഴുതിയാൽ മതി. റെന്റ് അക്കൗണ്ട് ഡെക്റ്റഡ് 2000 ടു ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് 2000. കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, സാലറി പെയ്ഡ് രാജു 4000 ഡെബിറ്റഡ് ടു ഹിസ് പേഴ്സണൽ അക്കൗണ്ട്. വളരെ സിമ്പിൾ ആണ്. സാലറി
അക്കൗണ്ട് ഡെക്റ്റഡ് ടു രാജുസ് അക്കൗണ്ട്. കാരണം സാലറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്, രാജുവിനാണ് പൈസ കിട്ടിയത്. സാലറി അക്കൗണ്ട് ഡെക്റ്റഡ് 4,000 ടു രാജുസ് അക്കൗണ്ട് 4,000. ഓക്കെ, ഇനി അടുത്തത് 3 ക്വസ്റ്റ്യൻസ്, അടുത്തത് 4 മാർക്കാണ് ഓരോന്നിനും. അപ്പൊ ആദ്യത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമ്മൾ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതേതാണ്? വളരെ സിമ്പിൾ ആണ്, കൺസർവേറ്റീവ്സ് ആണ്. അപ്പൊ നമ്മൾ ആ കൺസെപ്റ്റ്, ആ തിയറി ഒന്ന് പഠിക്കണം. അത് തുടക്കത്തിൽ തന്നെയുള്ള കാരണം പഠിച്ച് നമുക്ക് ഈ ഒരു എന്തായാലും ഇങ്ങനൊരു മാച്ചിങ് ചോദ്യം ഉണ്ടാവും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ, ട്രാൻസാക്ഷൻസ് ആർ ടു ബി സപ്പോർട്ടഡ് ബൈ സോഴ്സ് ഡോക്യുമെന്റ്. സോഴ്സ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഒബ്ജക്ടിവിറ്റി ആണ്. മൂന്നാമത്തെ കാര്യം, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആഡഡ് ടു സാലറി ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആഡഡ് ടു സാലറി ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ളത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ഫോൾഡ് ഇഫക്റ്റ്. ഇപ്പോൾ 2 ടു ഫോൾഡ് ഇഫക്റ്റ് നമുക്ക് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് ഈ ഭാഗം മാത്രമായിട്ട് ചെയ്യാൻ മനസ്സിലായില്ലെങ്കിൽ സമയം കുറവുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകണം. പ്രൂവ് ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 20,000, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 8,000. അപ്പോൾ 20,000 രൂപയ്ക്ക് നമ്മൾ ബിസിനസ് തുടങ്ങി. ക്യാഷ് കൊടുത്ത് 8,000 രൂപ കൊടുത്ത് ഗുഡ്സ് വാങ്ങി. സോൾഡ് ഗുഡ്സ് ടു ബാനു. ബാനുവിന് ഗുഡ്സ് ക്രെഡിറ്റിൽ കൊടുത്തു. കോസ്റ്റിംഗ് 5,000 ഫോർ 8,000 എന്ന് പറഞ്ഞാൽ 5,000 രൂപ വിലയുള്ള ഗുഡ്സ് 8,000 രൂപയ്ക്ക് ബാനുവിന് കൊടുത്തു. കാരണം നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വേണം, കാരണം അതിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ഒരു കോളം, ക്യാഷ് വേറൊരു കോളം, സ്റ്റോക്ക് വേറൊരു കോളം, ഡെപ്റ്റേഴ്സ് ഒരു കോളം, ടോട്ടൽ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ടോട്ടൽ. അപ്പൊ ഈ കോളംസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, 4 മാർക്കാണ്. സ്റ്റാർട്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ ക്യാഷ് എത്ര മുടക്കി? 20,000 മുടക്കി. ഓക്കെ, 20,000 അവിടെ വന്നു. ഇനി എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് എത്ര? 8,000. അപ്പൊ ക്യാഷിൽ 20,000 രൂപ ഉണ്ടായിരുന്ന ക്യാഷ് നിന്ന് 8,000 രൂപ കുറഞ്ഞു. അതാണ് -8,000 ഇവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ് എത്രയാണ്? 20,000 തന്നെ. ക്യാഷ് 20,000 കൊടുത്തെങ്കിലും 8,000 കൊടുത്ത് ഗുഡ്സ് മേടിച്ചാൽ 8,000 ഗുഡ്സ്. അപ്പോൾ ടോട്ടൽ അസറ്റ് 20,000 തന്നെ. ക്യാപിറ്റൽ ഇവിടെ 20,000, ടോട്ടൽ 20,000. ഇവിടെയും ക്യാപിറ്റൽ 20,000, ടോട്ടൽ 20,000. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, സോൾഡ് ഗുഡ്സ് ടു ബാനു ഓൺ ക്രെഡിറ്റ് കോസ്റ്റിംഗ് 5,000 ഫോർ 8,000. ബാനുവിന് നമ്മൾ ഗുഡ്സ് വിറ്റു. എത്ര രൂപ വിലയുള്ളത്? 5,000 രൂപ. നമുക്ക് കോസ്റ്റിംഗ് ആയുള്ള ഗുഡ്സ് 8,000 രൂപയ്ക്കാണ് നമുക്ക് ബാനുവിന് വിറ്റത്. അപ്പൊ ബാനുവിന് ക്രെഡിറ്റിലാണ് വിറ്റത്. അപ്പൊ സ്റ്റോക്ക് എന്ത് ചെയ്യണം? 5,000 സ്റ്റോക്ക് കുറയണം. അതാണ് -5,000. ഇപ്പൊ ഡെപ്റ്റർ ആയിട്ടുള്ള ബാനു നമുക്ക് തരാനുള്ള എത്ര? 8,000 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താവും? ടോട്ടൽ ഇവിടെ 20,000 8,000 കുറയ്ക്കുമ്പോൾ ലാസ്റ്റ് ടോട്ടൽ 12,000 വരും. സ്റ്റോക്കിൽ 8,000 5,000 സ്റ്റോക്ക് കുറഞ്ഞ് ബാക്കി 3,000 വരും. ഡെപ്റ്റേഴ്സിൽ നമുക്ക് എത്ര? 8,000 ആണ് നമുക്ക് കിട്ടാനുള്ളത്. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ എത്ര? 23,000 ആയി. ക്യാപിറ്റൽ 23,000, 23,000, ടോട്ടൽ 23,000. വളരെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 21ാമത്തെ ചോദ്യം, സീന ട്രേഡേഴ്സ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ 1 lakh and spent 10,000 for the erection. The machinery is expected a life of 10 years and after it will get 10,000 as scrap value. Depreciation is charged under the straight line method for first 2 years. ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് 2 വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. സീന ട്രേഡർ 1,00,000 രൂപയുടെ മെഷീനറി പർച്ചേസ് ചെയ്തു. 10,000 രൂപ മെഷീനറി ഇറക്ഷന് വേണ്ടിയിട്ട് ചെലവാക്കി. ആ മെഷീനറി ലൈഫ് 10 വർഷത്തോളാണ് വരാം. അപ്പോൾ അതിന്റെ ഒരു സ്ക്രാപ്പ് വാല്യൂ 10 വർഷം കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നത് 10,000 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഇത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ ഇവിടെ മെഷീനറി അക്കൗണ്ട് നമ്മൾ ഇത് ചെയ്യണം. മെഷീനറി അക്കൗണ്ടിൽ വരുമ്പോൾ ഡേറ്റ് 1 ഇയർ, പർട്ടിക്കുലർ ക്യാഷ് 1 lakh, ഇറക്ഷൻ ചാർജ് 10,000, ടോട്ടൽ 1,10,000 1 ഇയർ ആണ്. ഡിപ്രീസിയേഷൻ എമൗണ്ട് 10,000 ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. കോസ്റ്റ് പ്ലസ് ഇറക്ഷൻ ചാർജ് മൈനസ് സ്ക്രാപ്പ്. കോസ്റ്റ് ഇവിടെ 1,00,000 ആണ്, ഇറക്ഷൻ ചാർജ് 10,000 ആണ്, സ്ക്രാപ്പ് വാല്യൂ 10,000 ആണ്. അപ്പോൾ നമുക്ക് 1,10,000 മൈനസ് 10,000, 1,00,000/10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 ആണ് ഡിപ്രീസിയേഷൻ കിട്ടാം. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഡിപ്രീസിയേഷൻ ഇവിടെ 10,000 കൊടുത്തു ക്രെഡിറ്റില്. ബാലൻസ് ക്യാരി ഡൗൺ 1,00,000 പ്ലസ് 1,10,000. ഇപ്പോൾ രണ്ടിലും മാച്ച് ചെയ്തു. ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുന്നത് 1,00,000. ഇനി ഡിപ്രീസിയേഷൻ 10,000. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 90,000. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോട്ട് ഡൗൺ 1 lakh ആണ് വരുന്നത്. ബാലൻസ് ബ്രോട്ട് ഡൗൺ നമ്മൾ ഇതിന് 1,00,000 നമ്മൾ അത് കുറയ്ക്കുമ്പോൾ 10,000 കുറയ്ക്കുമ്പോൾ 90,000 ബാലൻസ് ബ്രോട്ട് ഡൗൺ വരും. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 1,00,000 വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതുവരെ. അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് പോകാം. 22 റൈറ്റ് ദ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വളരെ എളുപ്പമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, സാലറി അക്കൗണ്ട് 2,000 ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി. പ്രീപെയ്ഡ് ഇൻഷുറൻസ് 600. അപ്പൊ ഇതാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ഇൻഷുറൻസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ മെഷീനറി എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മെഷീനറി 4,000 ഡെക്റ്റഡ് ടു മെഷീനറി 4,000.
വളരെ സിമ്പിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2800, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2000 അക്കൗണ്ട് എക്റ്റഡ് ടു 2800 ടു ക്യാപിറ്റൽ 2800. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പാർട്ട് 3 ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ അക്കൗണ്ടിങ് വളരെ സിമ്പിൾ ആണ്. എന്നാൽ ഓരോ എൻട്രി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധ വേണം, കോൺസെൻട്രേഷൻ വേണം. എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക, ടേബിൾ ഒക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ്.